വയനാട് കൽപ്പറ്റ എടപ്പെട്ടിയിൽ ദേശീയപാതയോരത്തുനിന്ന് മണ്ണെടുക്കുന്നതിനെതിരെ പ്രതിഷേധം. ടിപ്പർ ലോറികൾ നാട്ടുകാർ തടഞ്ഞു. പ്ലാന്റേഷൻ ഭൂമിയിൽ നിന്നാണ് മണ്ണെടുക്കുന്നതെന്നാണ് ആരോപണം. സുർജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാട് കൽപ്പറ്റ എടപ്പെട്ടി എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത്തരത്തിലൊരു മണ്ണെടുപ്പ് തടയുന്ന ഒരു രീതിയിലേക്ക് ആളുകൾ എത്തിയിട്ടുള്ളത്. ഇത് ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയാണ്. ആ ഭൂമിയിലാണ് മണ്ണെടുപ്പ് നടന്നിരുന്നത്. അത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ തടയാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് നാട്ടുകാരോട് തന്നെ ചോദിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ തടയാനുള്ള സാഹചര്യം? ഇത് തടയാനുള്ള നമുക്ക് ഭയം കൊണ്ട് തന്നെയാണ്. ഇതൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പറയുന്ന മഴ നിർത്തിവെച്ചുകൊണ്ടാണ് ആളുകൾക്ക് ഭീഷണി ഉള്ളതുകൊണ്ടാണ് നിർത്തിവെച്ചത്. ഇപ്പോൾ രണ്ടാമത് മഴ പെയ്യൂലേ? മഴ പെയ്താലും ഈ മണ്ണ് പോകുന്നുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ കുറേ വീടുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, പിന്നെ ഹൈവേ ആണ്. ഒരു മണ്ണിടിച്ച് കുറച്ചങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ നിരപരാധിയായ ആരെങ്കിലുമൊക്കെ അതിൽ വന്ന് പെടും. അതാണ് നമ്മൾ ആകെ ഒരു ഭയം. നിയമപരമായിട്ട് എന്താണ് ഇതിനകത്ത് പ്രശ്നമുണ്ടോ? അവർക്ക് അനുമതി ഉണ്ടെന്ന് അവർ പറയുന്നു. അനുമതി ഇവര് ഉദ്യോഗസ്ഥരെ ഒത്താശയോടെയാണ് അനുമതിയൊക്കെ നേടിയെടുത്തത്. ഇതിൽ ഓൾറെഡി ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് റവന്യൂ ബോർഡിന്റെ വക റവന്യൂ ഇന്റലിജൻസ് ഇതിലൊരു അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് എങ്ങനെയാണ് ഇവർ ഈ അനുമതി നേടിയെടുക്കുന്നത്? അതായത് സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചത് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നിങ്ങൾ തടഞ്ഞു ഇരിക്കുകയാണല്ലോ. നിങ്ങൾ ആണോ കരാറുകാരൻ? എന്താണ് ഇതിനകത്തുള്ള ഇവർ പറയുന്ന ഉന്നയിക്കുന്ന വാദങ്ങളിൽ എന്താണ്? ഇതിന് ലീഗലായിട്ട് ഞങ്ങൾ പേപ്പറൊക്കെ മൂവ് ചെയ്ത് ഇതിൻ്റെ പൈസ റിയാലിറ്റി അടിച്ചാണ്. അവർ വന്ന് ഇത് അളന്ന് നോക്കി തിട്ടപ്പെടുത്തി ഇത്ര പൈസ അടക്കുന്ന അടച്ച് ഞങ്ങൾ ഇതിന് മുമ്പ് വിട്ട് മണ്ണെടുത്തതാണ്. അപ്പോൾ കാലവർഷം ആയതുകൊണ്ട് എന്താക്കി, കാരണം എന്താ വെച്ചാൽ പിന്നെ ചെറിയ മണ്ണിടിയിലൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഭീഷണി ആയതുകൊണ്ട് തൽക്കാലം നിർത്തിവെക്കാൻ വേണ്ടി കളക്ടർ ഓർഡർ വന്നു. അത് ഇവിടെ മാത്രമല്ല, വയനാട് ജില്ല മുഴുവൻ എല്ലാവർക്കും. ഇവിടെ ഇതുവരെ ഒരു തരി മണ്ണ് വരെ ഇടിഞ്ഞിട്ടുമില്ല. ആ മഴ കഴിഞ്ഞ് എല്ലാ ഓർഡറും സർക്കാർ പിൻവലിച്ചു. അപ്പം ഞങ്ങൾക്ക് എന്താക്കി, ഈ പെർമിറ്റ് പുതുക്കി തന്നു. ഇത് ലീഗലായിട്ട് ചെയ്യുന്ന വർക്കാണ്. ഇത് ഇല്ലീഗലായിട്ട് ഞങ്ങൾ ഒരു വർക്കും കൂടെ ചെയ്തിട്ടില്ല. എന്തായാലും ഇതാണ് ഇവരുടെ വാദം. അതായത് ഇത് കരാറെടുത്ത ആളുടെ വാദം ഇതാണ്. ഇത് എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ നിർമ്മാണ പ്രവൃത്തികൾ നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് പ്ലാന്റേഷൻ ഭൂമിയാണ്. ഒരു തരത്തിലും മണ്ണെടുപ്പ് അത് നിയമപരമായി നിൽക്കില്ല എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന വാദം. അതോടൊപ്പം തന്നെ മറ്റൊരു വാദം ഇവർ ഇതിന് മറുപടിയായി ഇവർ പറയുന്നത് ഇതിനെല്ലാ തരത്തിലുള്ള രേഖകളുമുണ്ട്, രേഖകളുടെ അടിസ്ഥാനത്തിലാണ് മണ്ണെടുപ്പ് നടത്തുന്നത് എന്നുള്ളതാണ് ഈ മണ്ണെടുപ്പിന്റെ കരാറുകാർ പറയുന്നത്. ആ കാര്യമാണ്. എന്തായാലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. ടിപ്പർ ലോറി അടക്കമുള്ള വാഹനങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.